ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ജമ്മു കാശ്മീരിൽ നിന്നാണ്. അവിടെ സെപ്റ്റംബർ 18 തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പ് അലങ്കോലമാക്കാൻ ഹൂറിയത്ത് നേതാക്കളും വിഘടനവാദികളും തീവ്രവാദികളും ഒന്നിച്ചു ശ്രമിക്കുന്നതിനിടയിൽ നേതാക്കന്മാരെ കൂട്ടത്തോടെ വിട്ടുതടങ്കലിലാക്കി എന്നുള്ള വാർത്ത തന്നെയാണ് ദേശീയ തലത്തിൽ നിന്ന് വരുന്നത്. ഹൂറിയത്ത് നേതാവായ മിർവായിസ് ഉമർ ഫാറൂഖ് അടക്കമുള്ള നേതാക്കളെ വീട്ടുതടങ്കലിലാക്കി എന്നുള്ള വാർത്ത തന്നെയാണ് വരുന്നത്. വെള്ളിയാഴ്ചകളിൽ അവിടുത്തെ ശ്രീനഗറിലടക്കമുള്ള പള്ളികളിൽ സമ്മേളനം നടത്താനായി പദ്ധതി തയ്യാറാക്കുന്നതിനിടയിലാണ് ഇവരിപ്പോൾ വീട്ടുതടങ്കലിലാക്കിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നേതാക്കന്മാർ പറയുന്നത് കഴിഞ്ഞ കുറേ ആഴ്ചകളായി തങ്ങൾ നിരീക്ഷണത്തിലായിരുന്നു. തങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം സൈന്യം തടയുകയായിരുന്നു. തങ്ങളുടെ വീടിൻ്റെ ഗേറ്റിന് മുമ്പിൽ സൈനിക വാഹനങ്ങളുടെ നീണ്ട നിരയാണ് എപ്പോഴുമെന്നാണ് പറയുന്നത്. ഇതിനു മുമ്പും ഇത്തരത്തിൽ ഹൂറിയത്ത് നേതാക്കളെ വീട്ടുതടങ്കലിലാക്കിയ ഒരു ചരിത്രം ജമ്മു കാശ്മീരിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന വേളയിൽ ഈ പള്ളികൾ കേന്ദ്രീകരിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്ന ഉൾപ്പെടെയുള്ള ആഹ്വാനങ്ങൾ മിക്കവാറുമൊക്കെ ഹൂറിയത്ത് നേതാക്കൾ നടത്തുന്നത്. അതുകൊണ്ട് പള്ളികളിൽ ഇനി മുതൽ സമ്മേളനം തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്കും എത്തിയിരിക്കുന്നു. പള്ളിയിലെ സമ്മേളനത്തിന് തൊട്ടു മുമ്പാണ് ഹൂറിയത്ത് നേതാവായ മിർവായിസ് ഉമർ ഫാറൂഖിന് അടക്കം വീട്ടുതടങ്കലിലാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.